ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും ഈസി ലേൺ പി എസ് സിയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം നടന്ന CPO എക്സാമിൻ്റെ പ്രൊവിഷണൽ ആൻസർക്കാണ് നോക്കുന്നത്. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ ബ്രിട്ടീഷ് ഇന്ത്യയിൽ നടപ്പിലാക്കിയ സൈനിക സഹായ വ്യവസ്ഥയെ സംബന്ധിക്കുന്ന ശരിയായ പ്രസ്താവന ഏവ? 2ഉം 4ഉമാണ് വരുന്നത്. സൈനിക സഹായ വ്യവസ്ഥ നാട്ടുരാജാക്കന്മാർക്ക് പരിപൂർണ അധികാരം നൽകി. തെറ്റാണ്. സൈനിക സഹായ വ്യവസ്ഥയിൽ ചേരുന്ന നാട്ടുരാജാവ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഒരു സ്ഥിരം സൈന്യത്തെ നിലനിർത്തണം. അത് ശരിയാണ്. സൈനിക സഹായ വ്യവസ്ഥയിൽ ചേരുന്ന നാട്ടുരാജ്യം ഒരു ബ്രിട്ടീഷ് റെസിഡൻറ്റിനെ തലസ്ഥാനത്ത് നിലനിർത്തണം. അത് രണ്ടാണ് ശരിയായിട്ടുള്ളത്. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ 2ാം ലോക മഹായുദ്ധത്തിൽ സഖ്യത്തിൽ ഉൾപ്പെടാത്തവ ഏത്? 1ഉം 3ഉമാണ് ഉൾപ്പെടാത്തത്. ജപ്പാനും ജർമ്മനിയും. ഓപ്ഷൻ സി. താഴെ കൊടുത്തിരിക്കുന്ന വിവരണങ്ങൾ നിസ്സഹകരണ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി ഇന്ത്യയിൽ ആരംഭിച്ച ദേശീയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉൾപ്പെടാത്തവ ഏത്? 3ഉം 4ഉമാണ് വരുന്നത്. ഡൽഹി സർവകലാശാല, ശാന്തിനികേതൻ. ഇത് രണ്ടും ഉൾപ്പെടത്തില്ല. ഓപ്ഷൻ ഡി ആണ് ആൻസറായിട്ട് വരുന്നത്. താഴെ കൊടുത്തിരിക്കുന്ന വിവരണങ്ങൾ തമിഴ് സംഘകാലഘട്ടത്തിലെ രാജവംശങ്ങളിൽ ഉൾപ്പെടാത്തവ ഏത്? മൂഷക രാജവംശം, ആയി രാജവംശം. ഇത് രണ്ടുമാണ് ഉൾപ്പെടാത്തത്. ഓപ്ഷൻ സി ആണ് ആൻസറായിട്ട് വരുന്നത്. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ റഷ്യൻ വിപ്ലവത്തിൽ ഉൾപ്പെടാതിരുന്ന പ്രസ്ഥാനങ്ങൾ ഏവ? 1ഉം 3ഉമാണ് ഉൾപ്പെടാത്തത്. കുമിന്താങ് പാർട്ടിയും ഫലാങ് പാർട്ടിയും. ഇത് രണ്ടും ഉൾപ്പെടത്തില്ല. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ സൗരയൂഥത്തിൽ ആദ്യത്തെ 2 ഗ്രഹങ്ങൾ ഉൾപ്പെടുന്നവ ഏത്? ബുധനും ശുക്രനും. ഓപ്ഷൻ 1 and 4 ആണ് വരുന്നത്. ഡി ആണ് വരുന്നത്. അഗ്നിപർവ്വതങ്ങളിലൂടെ ബഹിർഗമിക്കുന്ന ശിലാദ്രവത്തിൻ്റെ പ്രഭവമണ്ഡലമാണ് അസ്തനോസ്ഫിയർ. അഗ്നിപർവ്വതങ്ങളിലൂടെ ബഹിർഗമിക്കുന്ന ശിലാദ്രവത്തിൻ്റെ പ്രഭവമണ്ഡലമാണ് അസ്തനോസ്ഫിയർ. താഴെ നൽകിയിട്ടുള്ള മീസോസ്ഫിയറിൻ്റെ സവിശേഷതകൾ ഏതെല്ലാം? വൈദ്യുത ചാർജുള്ള അയോൺ കണികകളുടെ സാന്നിധ്യമുള്ള പാളിയാണിത്. ഭൂമിയിൽ നിന്നും അയക്കുന്ന റേഡിയോ തരംഗങ്ങളെ പ്രതിഫലിപ്പിച്ച് ഭൂമിയിലേക്ക് തന്നെ തിരിച്ചയക്കുന്നത് ഈ പാളിയാണ്. ഓപ്ഷൻ എ ആണ് ആൻസറായിട്ട് വരുന്നത്. കാരക്കോറം, സസ്കർ, പീർപ്പഞ്ചൽ എന്നീ പർവ്വതനിരകൾ ഉൾപ്പെടുന്ന ഹിമാലയം ഏതാണ്? കാശ്മീർ ഹിമാലയം. കാരക്കോറം, സസ്കർ, പീർപ്പഞ്ചൽ എന്നീ പർവ്വതനിരകൾ ഉൾപ്പെടുന്ന ഹിമാലയം ഏതാണ്? കാശ്മീർ ഹിമാലയം. അറബിക്ക, റോബസ്റ്റ, ലിബറിക്ക എന്നീ 3 ഇനം ഏതുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? കാപ്പി. ചാലിയാർ നദി ഉത്ഭവിക്കുന്നത് എവിടെ നിന്നാണ്? ഇളമ്പരി മല. ചാലിയാർ നദി ഉത്ഭവിക്കുന്നത് ഇളമ്പരി മലയിൽ നിന്നാണ്. ചന്ദ്രനിലെ ശിവശക്തി പോയിന്റ് ഏത് 2 ഗർത്തങ്ങൾക്കിടയിലാണ് സ്ഥിതി ചെയ്യുന്നത്? മാൻസിനസ് സി, സിംപെലിയസ് എൻ. ചന്ദ്രനിലെ ശിവശക്തി പോയിന്റ് ഏത് 2 ഗർത്തങ്ങൾക്കിടയിലാണ് സ്ഥിതി ചെയ്യുന്നത്? മാർസിനസ് സി, സിംപെലിയസ് എൻ. പ്ലാനിംഗ് കമ്മീഷൻ്റെ പുതിയ പേര് ഏതാണ്? നീതി ആയോഗ്. പ്ലാനിംഗ് കമ്മീഷൻ്റെ പുതിയ പേര് നീതി ആയോഗ്. ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് MS സ്വാമിനാഥൻ. ഗ്രാമവികസനത്തിന് ഗ്രാമീണ വായ്പ നൽകുന്ന പ്രധാനപ്പെട്ട ധനകാര്യ സ്ഥാപനമാണ് നബാർഡ്. ഗ്രാമവികസനത്തിന് ഗ്രാമീണ വായ്പ നൽകുന്ന പ്രധാനപ്പെട്ട ധനകാര്യ സ്ഥാപനം നബാർഡ്. സാധനങ്ങളുടെ വില തുടർച്ചയായി വർദ്ധിക്കുന്ന പ്രതിഭാസത്തിന് പറയുന്ന പേരാണ് പണപ്പെരുപ്പം. സാധനങ്ങളുടെ വില തുടർച്ചയായി വർദ്ധിക്കുന്ന പ്രതിഭാസത്തിന് പറയുന്ന പേരെന്താണ്? പണപ്പെരുപ്പം. സാമ്പത്തിക വളർച്ച അളക്കുന്ന പ്രധാന അളവുകോൽ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ്. സാമ്പത്തിക വളർച്ച അളക്കുന്ന പ്രധാന അളവുകോൽ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ്. 2024-25 യൂണിയൻ ബഡ്ജറ്റ് പാർലമെൻറ്റിൽ 2024-25 യൂണിയൻ ബഡ്ജറ്റ് പാർലമെൻറ്റിൽ അവതരിപ്പിച്ചത് നിർമ്മല സീതാരാമൻ. 2024-25 യൂണിയൻ ബഡ്ജറ്റ് പാർലമെൻറ്റിൽ അവതരിപ്പിച്ചത് നിർമ്മല സീതാരാമൻ. താഴെ പറഞ്ഞ പ്രസ്താവനകൾ ശരിയോ തെറ്റോ എന്ന് പരിശോധിക്കുക. ഇതിൽ ബിയും സിയുമാണ് ശരി. സംസ്ഥാന ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്ന 5 വിഷയങ്ങൾ കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയത് 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്. മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും സ്വത്തവകാശം നീക്കം ചെയ്തത് 44ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത്. താഴെ തന്നിരിക്കുന്ന പ്രസ്താവന സാധൂകരിക്കുക. A, B, D തെറ്റ്. ഇതാണ് ആൻസർ വരുന്നത്. ഓപ്ഷൻ ബി ആണ് ആൻസറായിട്ട് വരുന്നത്. ലോകസഭ ഒരു സ്ഥിരം സഭയാണ്. തെറ്റാണ്. രാജ്യസഭയാണ് സ്ഥിരം സഭ. രാജ്യസഭയിലെ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്ന FPTPs അനുസരിച്ചാണ്. അതും തെറ്റാണ്. ഇന്ത്യയിൽ ഇപ്പോൾ 543 ലോകസഭാ നിയോജക മണ്ഡലങ്ങളുണ്ട്. അത് ശരിയാണ്. രാജ്യസഭയുടെ നടപടികൾ നിയന്ത്രിക്കുന്നത് സ്പീക്കറാണ്. അതും തെറ്റാണ്.
ഓപ്ഷൻ ബി ആണ് ആൻസർ. താഴെ പറയുന്ന പേരുകളിൽ സ്വതന്ത്ര ലേബർ പാർട്ടി രൂപീകരിച്ചത് ഡോക്ടർ BR അംബേദ്കർ. സ്വതന്ത്ര ലേബർ പാർട്ടി രൂപീകരിച്ചത് ഡോക്ടർ BR അംബേദ്കർ. ഇന്ത്യൻ ഭരണഘടനയിൽ ഏത് ഭാഗത്താണ് പഞ്ചായത്ത് രാജ് സംവിധാനങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന നിർദ്ദേശക തത്വങ്ങളിൽ? ഇന്ത്യൻ ഭരണഘടനയിൽ ഏത് ഭാഗത്താണ് പഞ്ചായത്ത് രാജ് സംവിധാനങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് നിർദ്ദേശക തത്വങ്ങൾ? ചേരുംപടി ചേർക്കുക, അടിയന്തരാവസ്ഥ, ജർമ്മനി, ഭരണഘടനാ ഭേദഗതി, സൗത്ത് ആഫ്രിക്ക, ഉപരാഷ്ട്രപതിയുടെ ചുമതലകൾ, അമേരിക്ക, അവശിഷ്ടാധികാരങ്ങൾ, കാനഡ. ഓപ്ഷൻ ഡി ആണ് തന്നിരിക്കുന്നത്. കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന കമ്മീഷൻ ഏതാണ്? സർക്കാരിയ കമ്മീഷൻ. കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന കമ്മീഷൻ സർക്കാരിയ കമ്മീഷൻ. സർക്കാരിയ കമ്മീഷൻ, കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങൾ. ബുദ്ധിസ്ഥിരതയുള്ള പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഈ ആശയം സാങ്കല്പികമാണെന്ന് തോന്നാം. എന്നാൽ ഈ ആദർശത്തിന് മാത്രമേ ആത്മാവിൻ്റെ വിശപ്പടക്കാൻ കഴിയൂ. ഇത് ആരുടെ വാക്കുകൾ? സുഭാഷ് ചന്ദ്രബോസ്. ബുദ്ധിസ്ഥിരതയുള്ള പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഈ ആശയം സാങ്കല്പികമാണെന്ന് തോന്നാം. എന്നാൽ ഈ ആദർശത്തിന് മാത്രമേ ആത്മാവിൻ്റെ വിശപ്പടക്കാൻ കഴിയൂ. ഇത് ആരുടെ വാക്കുകൾ? സുഭാഷ് ചന്ദ്രബോസ്. ചുവടെ കൊടുത്തിരിക്കുന്ന ഗ്രന്ഥങ്ങളുടെ രചയിതാവ് ആരെന്ന് കണ്ടെത്തുക. ഓപ്ഷൻ എ ആണ് തന്നിരിക്കുന്നത്. സ്വാതന്ത്ര്യത്തിലേക്കുള്ള ദീർഘദൂരയാത്ര, ഭയത്തിൽ നിന്നുള്ള മോചനം, ആങ് സാൻ സ്യൂക്കി. സ്വാതന്ത്ര്യത്തിലേക്കുള്ള ദൂരയാത്ര, നെൽസൺ മണ്ടേല. സ്വാതന്ത്ര്യത്തിൻ്റെ 2 മാനങ്ങൾ, ഇസയ ബെർലിൻ. സ്വാതന്ത്ര്യത്തിലേക്ക്, JS മിൽ. ഭയത്തിൽ നിന്നുള്ള മോചനം, ആങ് സാൻ സൂക്കി. സ്വാതന്ത്ര്യത്തിലേക്കുള്ള ദീർഘയാത്ര, നെൽസൺ മണ്ടേല. സ്വാതന്ത്ര്യത്തിൻ്റെ 2 മാനങ്ങൾ, ഇസയ ബെർലിൻ. സ്വാതന്ത്ര്യത്തിലേക്ക്, JS മിൽ. നാരി ശക്തി വന്ദൻ അധിനിയം ബില്ല് ലോക്സഭ പാസാക്കിയത് 2023 സെപ്റ്റംബർ 20. നാരി ശക്തി വന്ദൻ അധിനിയം ബില്ല് ലോക്സഭ പാസാക്കിയത് 2023 സെപ്റ്റംബർ 20. കേരളത്തിലെ നാടൻ കളികളുടെ പ്രചാരണത്തിന് കായിക വകുപ്പ് ആരംഭിച്ച പദ്ധതി കളിത്തട്ട്. കേരളത്തിലെ നാടൻ കളികളുടെ പ്രചാരണത്തിന് കായിക വകുപ്പ് ആരംഭിച്ച പദ്ധതി കളിത്തട്ട്. കറുത്ത പട്ടേരി എന്നറിയപ്പെടുന്ന സാമൂഹിക പരിഷ്കർത്താവ് VT ഭട്ടതിരിപ്പാട്. കറുത്ത പട്ടേരി VT ഭട്ടതിരിപ്പാട്. എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് വേണ്ടി കേരള സാമൂഹിക സുരക്ഷാ മിഷൻ നടത്തുന്ന പ്രതിമാസ ധനസഹായ പദ്ധതി സ്നേഹസ്പന്ദനം. എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് വേണ്ടി കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ നടത്തുന്ന പ്രതിമാസ ധനസഹായ പദ്ധതി സ്നേഹസ്പന്ദനം. ചേരുംപടി ചേർക്കുക. ഓപ്ഷൻ ഡി ആണ് ഇവർ തന്നിരിക്കുന്നത്. സമത്വ സമാജം, വൈകുണ്ഠസ്വാമികൾ. ആത്മവിദ്യാസംഘം, വാഗ്ഭടാനന്ദൻ. അരയ സമാജം, പണ്ഡിറ്റ് കറുപ്പൻ. പ്രത്യക്ഷ രക്ഷാ ദേവസഭ, അരയ സമാജം, കുമാരഗുരുദേവൻ. പ്രത്യക്ഷ രക്ഷാ ദേവസഭ, പണ്ഡിറ്റ് KP കറുപ്പൻ. സമത്വ സമാജം, വൈകുണ്ഠസ്വാമികൾ. ആത്മവിദ്യാസംഘം, വാഗ്ഭടാനന്ദൻ. അരയ സമാജം, കുമാരഗുരുദേവൻ. പ്രത്യക്ഷ രക്ഷാ ദേവസഭ, പണ്ഡിറ്റ് കറുപ്പൻ. ഇങ്ങനെയാണ് അവർ ആൻസർ തന്നിരിക്കുന്നത്. ജീവകം B12, ജീവകം B9 എന്നിവയുടെ അഭാവം മൂലം മനുഷ്യ ശരീരത്തിൽ എണ്ണത്തിൽ കുറവും എന്നാൽ വളരെ വലിപ്പം കൂടിയതുമായ ചുവന്ന രക്താണുക്കൾ രൂപപ്പെടുന്നു. വിളർച്ചയുടെ ഒരു അവസ്ഥ ഉണ്ടാകുന്നു. ഈ രോഗാവസ്ഥയുടെ നാമം മെഗലോബ്ലാസ്റ്റിക് അനീമിയ. മലേറിയ രോഗകാരികളായ പ്ലാസ്മോഡിയം മനുഷ്യ ശരീരത്തിൽ പ്രവേശിച്ച ശേഷം ആദ്യം കോശങ്ങളിലെത്തി പ്രത്യുൽപാദനം നടത്തുകയും പിന്നീട് ചുവന്ന രക്താണുക്കളെ നശിപ്പിക്കുകയും ചെയ്യുന്നു. ഓപ്ഷൻ ഡി കരൾ. മലേറിയ രോഗകാരിയായ പ്ലാസ്മോഡിയം മനുഷ്യ ശരീരത്തിൽ പ്രവേശിച്ച ശേഷം ആദ്യം കരൾ കോശങ്ങളിലെത്തി പ്രത്യുൽപാദനം നടത്തുകയും പിന്നീട് ചുവന്ന രക്താണുക്കളെ നശിപ്പിക്കുകയും ചെയ്യുന്നു. ഓപ്ഷൻ ഡി ആണ് വന്നിരിക്കുന്നത്. താഴെ തന്നിരിക്കുന്ന ഹരിതഭവന പ്രഭാവത്തിന് കാരണമായ വാതകങ്ങളുടെ ശരിയായ ഓപ്ഷൻ: കാർബൺ ഡയോക്സൈഡ്, മീഥൈൻ, ക്ലോറോഫ്ലൂറോകാർബൺ, N2. ഓപ്ഷൻ ബി ആണ് വരുന്നത്. IMA നടപ്പിലാക്കിയ ഹെൽപ്പിംഗ് ഹാൻഡ്സ് എന്ന പദ്ധതിയുടെ ലക്ഷ്യം ഡോക്ടർമാർക്കും മെഡിക്കൽ വിദ്യാർത്ഥികൾക്കും ആത്മഹത്യാ പ്രതിരോധം നൽകുക.
IMA നടപ്പിലാക്കിയ ഹെൽപ്പിംഗ് ഹാൻഡ്സ് എന്ന പദ്ധതിയുടെ ലക്ഷ്യം ഡോക്ടർമാർക്കും മെഡിക്കൽ വിദ്യാർത്ഥികൾക്കും ആത്മഹത്യാ പ്രതിരോധം നൽകുക. 2024 പ്ലാനറ്റ് എർത്ത് പുരസ്കാര ജേതാവായ പ്രമുഖ പരിസ്ഥിതി ശാസ്ത്രജ്ഞനായ ഇന്ത്യക്കാരൻ ഡോക്ടർ എസ് ഫൈസി. 2024 പ്ലാനറ്റ് എർത്ത് പുരസ്കാര ജേതാവായ പ്രമുഖ പരിസ്ഥിതി ശാസ്ത്രജ്ഞനായ ഇന്ത്യക്കാരൻ ഡോക്ടർ എസ് ഫൈസി. പ്രകാശവർഷം എന്നത് എന്തിൻ്റെ യൂണിറ്റാണ്? ദൂരം. 1000 ജൂൾ പ്രവൃത്തി 2 സെക്കൻഡിൽ ചെയ്താൽ അവിടെ ഉപയോഗിക്കപ്പെട്ട പവർ എത്ര? 500 വാട്ട്. ജിയുടെ വില ധ്രുവങ്ങളിലേക്കാൾ ഭൂമധ്യരേഖയിൽ കുറവാണ്. ഇതിൻ്റെ കാരണം ഭൂമിയുടെ ആകൃതി. ജിയുടെ വില ധ്രുവങ്ങളിലേക്കാൾ ഭൂമധ്യരേഖയിൽ കുറവാണ്. ഇതിൻ്റെ കാരണം ഭൂമിയുടെ ആകൃതി. ISRO ഈയിടെ വിക്ഷേപിച്ച ഇൻസാറ്റ് 3DS ഏത് തരത്തിലുള്ള ഉപഗ്രഹമാണ്? കാലാവസ്ഥ ഉപഗ്രഹം. ISRO ഈയിടെ വിക്ഷേപിച്ച ഇൻസാറ്റ് 3DS ഏത് തരത്തിലുള്ള ഉപഗ്രഹമാണ്? കാലാവസ്ഥ ഉപഗ്രഹം. അറ്റോമിക് നമ്പർ 31 മൂലകം ആവർത്തന പട്ടികയിൽ ഏത് പീരീഡിലും ഗ്രൂപ്പിലുമാണ് ഉൾപ്പെടുന്നത്? ഓപ്ഷൻ സി പീരീഡ് 4 ഗ്രൂപ്പ് 13. കാർബൺ ഡയോക്സൈഡ് വാതകത്തിൻ്റെ ക്രിട്ടിക്കൽ താപനില 30.98 ഡിഗ്രി സെൽഷ്യസ് ആണ്. താഴെ പറയുന്നത് ശരിയായ പ്രസ്താവന ഏത്? ഓപ്ഷൻ ബി. കാർബൺ ഡയോക്സൈഡ് വാതകത്തെ മർദ്ദം കൂട്ടിക്കൊണ്ട് ദ്രാവകമാക്കി മാറ്റാൻ സാധിക്കുന്ന ഏറ്റവും ഉയർന്ന ഊഷ്മാവും 30.98 ഡിഗ്രി സെൽഷ്യസ് ആണ്. കാർബൺ ഡയോക്സൈഡ് വാതകത്തിൻ്റെ ക്രിട്ടിക്കൽ താപനില 30.98 ഡിഗ്രി സെൽഷ്യസ് ആണ്. താഴെ പറയുന്നത് ശരിയായ പ്രസ്താവന കാർബൺ ഡയോക്സൈഡ് വാതകത്തെ മർദ്ദം കൂട്ടിക്കൊടുത്ത് ദ്രാവകമാക്കി മാറ്റാൻ സാധിക്കുന്ന ഏറ്റവും ഉയർന്ന ഊഷ്മാവ് 30.98 ഡിഗ്രി സെൽഷ്യസ് ആണ്. പൊട്ടാസ്യം, മഗ്നീഷ്യം, അലൂമിനിയം, സിലിക്കൺ എന്നീ മൂലകങ്ങളുടെ ലോഹ സ്വഭാവത്തിൻ്റെ ശരിയായ ക്രമം ഏത്? ഓപ്ഷൻ എ ആണ്. പൊട്ടാസ്യം, മഗ്നീഷ്യം, അലൂമിനിയം, സിലിക്കൺ. ഇലക്ട്രിക് വാഹനങ്ങളുടെ ബാറ്ററി പ്രവർത്തനത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ലോഹം ലിഥിയം. ഇലക്ട്രിക് വാഹനങ്ങളുടെ ബാറ്ററി പ്രവർത്തനത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ലോഹം ലിഥിയം. കൂടുതൽ വേഗത്തിൽ, ഉയരത്തിൽ, കരുത്തോടെ ഒന്നിച്ച് എന്ന മുദ്രാവാക്യം ഏത് കായികമേളയുടേതാണ്? ഒളിമ്പിക്സ്. 2024 ഓസ്കർ അവാർഡ് നേടിയ മികച്ച ചിത്രം ഏത്? ഓപ്പൺഹൈമർ. 2024 ഓസ്കർ അവാർഡ് നേടിയ മികച്ച ചിത്രം ഓപ്പൺഹൈമർ. അവനിവൻ എന്നറിയുന്നതൊക്കെയോർത്താൽ അവനിലാദിമമായൊരാത്മരൂപം അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവ അവരന് സുഖത്തിനായി വരണം. ശ്രീനാരായണ ഗുരുവിൻ്റെ ഈ വരികൾ ഏത് കൃതിയിലേതാണ്? ആത്മോപദേശ ശതകം. CN ശ്രീകണ്ഠൻ നായരുടെ രാമായണ നാടകങ്ങൾ ഏതെല്ലാം? 1ഉം 4ഉം ആണ്. സാകേതം, ലങ്കാലക്ഷ്മി. CN ശ്രീകണ്ഠൻ നായരുടെ രാമായണ നാടകങ്ങൾ സാകേതം, ലങ്കാലക്ഷ്മി. കണ്യാർ കളി എന്ന കലാരൂപത്തിന് യോജിക്കുന്ന പ്രസ്താവനകൾ. പാലക്കാട് ജില്ലയിൽ മാത്രം പ്രചാരത്തിലുള്ളത്. മലമക്കളി, ദേശക്കളി എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു. ചിലപ്പതികാരത്തിലെ കണ്ണകി ദേവിയെ പ്രീതിപ്പെടുത്താനുള്ള കളിയാണിത്. കണ്യാർ കളി എന്ന കലാരൂപത്തിന് യോജിക്കുന്ന പ്രസ്താവനകൾ. പാലക്കാട് ജില്ലയിൽ മാത്രം പ്രചാരത്തിലുള്ളതാണ്. മലമക്കളി, ദേശക്കളി എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു. ചിലപ്പതികാരത്തിലെ കണ്ണകി ദേവിയെ പ്രീതിപ്പെടുത്താനുള്ള കളിയാണിത്. ഇന്ത്യൻ ഭാഷകളിലെ മികച്ച സാഹിത്യ സൃഷ്ടിക്ക് നൽകി സരസ്വതി സമ്മാൻ പുരസ്കാരം ലഭിച്ചവർ ആരെല്ലാമാണ്? ശരൺകുമാർ ലിംബാളെ, പ്രഭാവർമ്മ. ഇന്ത്യൻ ഭാഷകളിലെ മികച്ച സാഹിത്യ സൃഷ്ടിക്ക് നൽകി വരുന്ന സരസ്വതി സമ്മാൻ പുരസ്കാരം ലഭിച്ചവർ ആരെല്ലാമാണ്? ശരൺകുമാർ ലിംബാളെ, പ്രഭാവർമ്മ. ഒരു സമാന്തര ശ്രേണിയിലെ 7ാം പദം 0, 27ാം പദം 60 എങ്കിൽ 17ാം പദം 30. 9ൻ്റെ 26% പ്ലസ് 15ൻ്റെ 42% 27ൻ്റെ X% എങ്കിൽ Xൻ്റെ വില 32. ഓപ്ഷൻ എ. 1³ പ്ലസ് 2³ പ്ലസ് 3³ പ്ലസ് എക്സെട്ര പ്ലസ് 20³ ഈക്വൽ ടു ഓപ്ഷൻ ഡി. ഒരു ചതുരക്കട്ടയുടെ നീളവും വീതിയും ഉയരവും യഥാക്രമം 3:5:8 എന്ന അംശബന്ധത്തിലാണ്. അതിൻ്റെ ഉപരിതല വിസ്തീർണം 1422 സെൻറ്റിമീറ്റർ സ്ക്വയർ ആയ ചതുരക്കട്ടയുടെ ഉയരം എത്രയായിരിക്കും? ഓപ്ഷൻ ബി 24. ഒരാൾ 18,000 രൂപ സാധാരണ പലിശ നിരക്കിൽ ബാങ്കിൽ നിക്ഷേപിക്കുന്നു. 5 വർഷത്തിന് ശേഷം 6,300 രൂപ പലിശ കിട്ടിയെങ്കിൽ പലിശ നിരക്ക് ഓപ്ഷൻ ഡി 7%. ഒരു യാത്രയിൽ കാർ ആദ്യത്തെ 3 മണിക്കൂർ 40 കിലോമീറ്റർ വേഗത്തിലും ശേഷിക്കുന്ന 5 മണിക്കൂർ 48 കിലോമീറ്റർ വേഗത്തിലും സഞ്ചരിച്ചാൽ കാറിൻ്റെ ശരാശരി വേഗത ഓപ്ഷൻ ബി 45 km/മണിക്കൂർ. റാണി ഒരിടത്ത് നിന്ന് തെക്കോട്ട് 20 മീറ്റർ സഞ്ചരിച്ചതിന് ശേഷം വടക്കോട്ട് 30 മീറ്റർ സഞ്ചരിക്കുന്നു. പിന്നീട് കിഴക്ക് ദിശയിലേക്ക് തിരിഞ്ഞ് 10 മീറ്റർ സഞ്ചരിക്കുന്നു. വീണ്ടും വടക്കോട്ട് തിരിഞ്ഞ് 30 മീറ്റർ സഞ്ചരിച്ച് കിഴക്കോട്ട് 20 മീറ്റർ സഞ്ചരിക്കുന്നു. എന്നാൽ യാത്ര തിരിച്ചിടത്ത് നിന്ന് എത്ര അകലെയാണ് റാണി ഇപ്പോൾ നിൽക്കുന്നത്? 50 മീറ്റർ. ഒരു ക്ലോക്കിൽ 10:10 AM സമയം കാണിക്കുമ്പോൾ ആ ക്ലോക്കിലെ മണിക്കൂർ സൂചിക്കും മിനിറ്റ് സൂചിക്കും ഇടയിലുള്ള കോൺ 115 ഡിഗ്രി. 59. √10 into √2³ the whole square into √5³ the whole square equal to ഓപ്ഷൻ സി 100. 4 പുരുഷന്മാരും 8 സ്ത്രീകളും ചേർന്ന് 10 ദിവസം കൊണ്ട് ഒരു ജോലി പൂർത്തിയാക്കുന്നു. അതേ ജോലി പൂർത്തിയാക്കാൻ 3 പുരുഷന്മാർക്കും 7 സ്ത്രീകൾക്കും കൂടി 12 ദിവസം വേണ്ടി വരും. എങ്കിൽ 8 പുരുഷന്മാർ എത്ര ദിവസം കൊണ്ട് ആ ജോലി പൂർത്തിയാക്കും? ഓപ്ഷൻ ബി 15 ദിവസം. They did not come until the meeting was half over. He still dash in touch with most of his old schoolmates. Keeps. We dash off coffee, so we adjusted with teas. We run out of coffee, so we adjusted with tea. Dash you mind waiting here till I return? Would you mind waiting here
till I return. He is a European tourist. Option D. Yesterday Sharon went to the station to meet Anu. My birthday is on October 28. The meaning of the word garrulous. Option C. Talkative. Neither of us likes sweets. Option C. Colt is a younger one of horse. വിപരീത പദം വിയോഗം സംയോഗം. ചുവടെ തന്നിരിക്കുന്നവൽ വിഹകം എന്നർത്ഥം വരുന്ന പദം ഏത്? പക്ഷി. വിഹകം പക്ഷി. ദു പ്ലസ് ജനം ദുർജനം. ഓപ്ഷൻ സി. ദു പ്ലസ് ജനം ദുർജനം. ശരിയായ ജോഡി ഏത്? മഞ്ഞ് നീഹാരം തുഷാരം. മഞ്ഞ് നീഹാരം തുഷാരം. എതിർലിംഗം എഴുതുക. ഭൃത്യ ഭൃത്യൻ. ദിഗ്വിജയം എന്ന പദത്തിനോട് യോജിക്കുന്നത് ദിക്കുകളെ ജയിക്കൽ. ദിഗ്വിജയം ദിക്കുകളെ ജയിക്കൽ. പിരിച്ചെഴുതുക. അവൻ ആ പ്ലസ് അൻ. അവൻ ആ പ്ലസ് അൻ. ശരിയായ പദം എന്ത്? ആഖ്യാനം. ഓപ്ഷൻ എ. കാലദേശങ്ങൾക്കനുസരിച്ച് ജീവിക്കണമെന്ന സൂചന നൽകുന്ന പഴഞ്ചൊല്ല് നാടോടുമ്പോൾ നടുവേ ഓടണം. എവരി പോട്ടർ പ്രൈസസ് ഇസ് ഓൺ പോട്ട്. കാക്കയ്ക്കും തൻ കുഞ്ഞു പൊൻകുഞ്ഞ്. എവരി പോട്ടർ പ്രൈസസ് ഇസ് ഓൺ പോട്ട്. കാക്കയ്ക്കും തൻ കുഞ്ഞു പൊൻകുഞ്ഞ്. ഏത് സാഹചര്യത്തിലാണ് നിർദ്ദിഷ്ട പ്രായത്തിന് താഴെയുള്ള വ്യക്തികൾക്ക് അവരുടെ പ്രവൃത്തികൾക്ക് ക്രിമിനൽ ഉത്തരവാദിത്തമില്ലാത്തത്? ശൈശവം. താഴെ പറഞ്ഞൊരു മാരകമായ മുറിവിൻ്റെ ഉദാഹരണമല്ലാത്തത്? 15 ദിവസം കഠിനമായ ശാരീരിക വേദന അനുഭവിക്കേണ്ടി വരുന്ന മുറിവ്. താഴെ പറയുന്ന വകുപ്പുകളിൽ 2013 ക്രിമിനൽ ഭേദഗതി നിയമപ്രകാരം പുതുതായി കൊണ്ടുവന്ന കുറ്റകൃത്യങ്ങൾ ഏത്? 1ഉം 2ഉം മാത്രം. IPC സെക്ഷൻ 370A, IPC സെക്ഷൻ 376D. ഇസഡ് പണമുള്ള തൻ്റെ പേഴ്സ് താഴെ ഇടുന്നത് എ കാണുന്നു. എ പേഴ്സ് എടുക്കുന്നത് ഇസഡിന് പുനഃസ്ഥാപിക്കുക എന്ന ഉദ്ദേശത്തോടെയാണ്. എന്നാൽ പിന്നീട് അത് സ്വന്തം ഉപയോഗത്തിന് വിനിയോഗിക്കുന്നു. താഴെ പറയുന്ന എന്ത് കുറ്റകൃത്യമാണ് എ ചെയ്തിട്ടുള്ളത്? സ്വത്തിൻ്റെ സത്യസന്ധമല്ലാത്ത ദുരുപയോഗം. നോൺ കൊഗ്നിസബിൾ ആയിട്ടുള്ള ഒരു കുറ്റകൃത്യത്തിന് താഴെ പറഞ്ഞാൽ എന്താണ് ബാധകം? മജിസ്ട്രേറ്റിൻ്റെ ഉത്തരവില്ലാതെ കുറ്റം അന്വേഷിക്കുകയോ വാറണ്ടില്ലാതെ പ്രതിയെ അറസ്റ്റ് ചെയ്യാനോ പാടുള്ളതല്ല. ഓപ്ഷൻ സി. 1973 ക്രിമിനൽ നടപടിക്രമം സെക്ഷൻ 164 പ്രകാരം ഒരു കുറ്റസമ്മത മൊഴി രേഖപ്പെടുത്താവുന്നത് എപ്പോൾ? അന്വേഷണത്തിനിടയിലോ അതിനുശേഷമോ, എന്നാൽ ഇൻക്വയറിയോ വിചാരണയോ ആരംഭിക്കുന്നതിന് മുമ്പ്. FIR ഫയൽ ചെയ്യാനുള്ള കാലതാമസം പ്രോസിക്യൂഷൻ കേസ് പൂർണ്ണമായും തള്ളിക്കളയാവുന്ന ഒരു സാഹചര്യമല്ല. FIR ഫയൽ ചെയ്യാനുള്ള കാലതാമസം പ്രോസിക്യൂഷൻ കേസ് പൂർണ്ണമായും തള്ളിക്കളയുന്നൊരു സാഹചര്യമാണ്. FIR ഫയൽ ചെയ്യാനുള്ള അസാധാരണമായ കാലതാമസം FIRൽ തിരുത്തലുകൾ വരുത്തുവാൻ മതിയായ സമയം ലഭിച്ചുവെന്ന് സംശയിക്കുന്നതിനുള്ള നിയമപരമായ അടിസ്ഥാനം നൽകുന്ന ഒരു സാഹചര്യമാണ്. ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ളത്. 1, 3 ശരി, 2 തെറ്റ്. 1872 ഇന്ത്യൻ എവിഡൻസ് ആക്ടിലെ സെക്ഷൻ 27 പ്രയോഗത്തിന് താഴെ പറഞ്ഞ വ്യവസ്ഥകൾ എന്താണ് അത്യന്താപേക്ഷിതം? 1ഉം 4ഉം. വിവരങ്ങൾ നൽകുന്ന വ്യക്തി പോലീസ് കസ്റ്റഡിയിലായിരിക്കണം. വിവരം നൽകിയ വ്യക്തിയുടെ മേൽ ഏതെങ്കിലും കുറ്റം ചുമത്തിയിരിക്കണം. കോടതി വ്യവഹാരങ്ങളിലെ വിദഗ്ധ സാക്ഷ്യം സ്വീകരിക്കുന്നതിൻ്റെ പ്രാഥമിക ലക്ഷ്യം സാങ്കേതിക കാര്യങ്ങൾ പക്ഷപാതരഹിതവും വൈദഗ്ധ്യവുമുള്ള അഭിപ്രായങ്ങൾ ജഡ്ജിക്ക് നൽകുന്നതിന്. 2011 കേരള പോലീസ് ആക്ട് സെക്ഷൻ 29 പ്രതിപാദിക്കുന്ന വിഷയം പോലീസ് ഉദ്യോഗസ്ഥരുടെ പെരുമാറ്റം. താഴെ പറയുന്ന പോലീസ് സ്റ്റേഷനിൽ പൊതുജനങ്ങളുടെ അവകാശങ്ങളിൽ പെടാത്തത്? പൊതുജനങ്ങളിൽപ്പെട്ട സർക്കാർ ഉദ്യോഗസ്ഥരായ വ്യക്തികൾക്ക് പോലീസ് സ്റ്റേഷനിൽ മുൻഗണന നൽകുക. 2011 കേരള പോലീസ് ആക്ടിൽ കമ്മ്യൂണിറ്റി സമ്പർക്ക സമിതിയിൽ അംഗങ്ങളാവുന്നതിൽ നിന്ന് വിലക്കിയിട്ടുള്ള വിഭാഗം അഴിമതി, സന്മാർഗിക അധപ്പതനം, പെരുമാറ്റ ദൂഷ്യം എന്നീ കാരണങ്ങൾ ഉദ്യോഗത്തിൽ നിന്ന് നീക്കം ചെയ്തവരെ. 1985 നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് ആക്ടിലെ ഏത് വകുപ്പ് പ്രകാരമാണ് മുൻ ശിക്ഷയ്ക്ക് ശേഷമുള്ള കുറ്റകൃത്യങ്ങൾക്ക് വധശിക്ഷ നൽകുന്നത്? സെക്ഷൻ 31A. 1985 നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് ആക്ട് പ്രകാരം ശിക്ഷാർഹമായ എല്ലാ കുറ്റങ്ങളും കൊഗ്നിസബിളും ജാമ്യം ലഭിക്കാത്തതുമാണ്. 2012 ലൈംഗിക അതിക്രമങ്ങളിൽ നിന്നുള്ള കുട്ടികളുടെ സംരക്ഷണ നിയമം അനുസരിച്ച് ഒരു കുട്ടിയുടെ മേൽ ലൈംഗിക ആക്രമണം നടത്തിയാൽ താഴെ പറയുന്ന ഏത് ശിക്ഷയാണ് നിർദ്ദേശിക്കുന്നത്? പിഴയോടുകൂടി 5 വർഷം വരെ തടവ്. 2012 ലൈംഗിക അതിക്രമങ്ങളിൽ നിന്നുള്ള കുട്ടികളുടെ സംരക്ഷണ നിയമം അനുസരിച്ച് താഴെ പറയുന്നതിൽ ഗൗരവതരമായ ലൈംഗിക ആക്രമണം അല്ലാത്തത് 16 വയസ്സിന് താഴെയുള്ള ഒരു കുട്ടിക്ക് നേരെയുള്ള കടന്നുകയറ്റത്തിലൂടെയുള്ള ലൈംഗിക അതിക്രമം. 2000 വിവരസാങ്കേതിക നിയമം പ്രകാരം ഡേറ്റ പരിരക്ഷിക്കുന്നതിൽ പരാജയപ്പെട്ടാൽ താഴെ പറയുന്നതിൽ ആരാണ് നഷ്ടപരിഹാരം നൽകാൻ ബാധ്യസ്ഥരായിട്ടുള്ളത്? സെൻസിറ്റീവ് സ്വഭാവമുള്ള വ്യക്തിഗത ഡേറ്റയോ വിവരങ്ങളോ കൈവശം വയ്ക്കുന്നതിനോ കൈകാര്യം ചെയ്യുന്നതിനോ ഏതൊരു കമ്പനിയും. 2000 വിവരസാങ്കേതിക നിയമം പ്രകാരം അശ്ലീലമായ വിഷയം ഇലക്ട്രോണിക് രൂപത്തിൽ പ്രസിദ്ധീകരിക്കുന്നതോ കൈമാറ്റം ചെയ്യുന്നതോ ആയ കുറ്റം താഴെ പറയുന്നതിൽ ഏതാണ്? വിഷയം വായിക്കുന്നവരുടെയും കാണുന്നവരുടെയും കേൾക്കുന്നവരുടെയും കാമാത്മകപരമായ താൽപ്പര്യത്തെ ഉണർത്തുന്ന വിഷയം. 2000 വിവരസാങ്കേതിക നിയമപ്രകാരം
2005 99th ക്വസ്റ്റ്യൻ 2005 വിവരാവകാശ നിയമപ്രകാരം താഴെ പറയുന്നതിൽ ഏതെല്ലാം വിവരങ്ങളാണ് വെളിപ്പെടുത്തലിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിട്ടില്ലാത്തത്? ഒരു വ്യക്തിയുടെ ജീവിതത്തെയും സ്വാതന്ത്ര്യത്തെയും കുറിച്ചുള്ള വിവരങ്ങൾ. വിവരാവകാശ നിയമം അനുസരിച്ച് മൂന്നാം കക്ഷിയാൽ നൽകപ്പെട്ടിട്ടുള്ളതും മൂന്നാം കക്ഷി രഹസ്യമായി കരുതുന്നതുമായി ബന്ധപ്പെട്ട് വിഷയത്തെ സംബന്ധിച്ച് വിവരാവകാശ നിയമപ്രകാരം ലഭിച്ച അപേക്ഷയിന്മേൽ ദിവസത്തിനകം മൂന്നാം കക്ഷിക്ക് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ നോട്ടീസ് നൽകേണ്ടതാണ്. 5 ദിവസത്തിനകം. നിങ്ങൾക്കിത് ഉപകാരപ്രദമെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.